പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, തെരഞ്ഞെടുപ്പ് കണക്കുകളെ കുറിച്ചിട്ടുള്ള ചർച്ചകളും അതുമായി ബന്ധപ്പെട്ട വിശകലനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ വീഡിയോ ഞാൻ ചെയ്യുമ്പോൾ CPM-ന്റെ നേതൃയോഗങ്ങൾ ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് തൊട്ട് മുന്നോടിയായി CPI-യുടെ ജില്ലാ കമ്മിറ്റികളിലും അവലോകനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയൊക്കെ തന്നെ ഭരണവിരുദ്ധ വികാരം എന്നുള്ള നിലയിലുള്ള അതിരൂക്ഷമായിട്ടുള്ള ചർച്ചകളും പ്രതികരണങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ വിഷയത്തെക്കുറിച്ചിട്ടല്ല, അത് വേറെ വീഡിയോകളിൽ നമ്മൾ കൈകാര്യം ചെയ്യും. സുഹൃത്തുക്കളെ, ഞാൻ കഴിഞ്ഞ ദിവസം കേരള മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയന് അദ്ദേഹത്തിൻ്റെ മണ്ഡലമായ ധർമ്മടത്തിൽ ജനങ്ങൾ നൽകിയ സ്വീകരണം എന്താണ് എന്നതിനെക്കുറിച്ച് ഒരു വീഡിയോ വിശദമായി ഞാൻ ചെയ്യുകയുണ്ടായി. അതിൻ്റെ കണക്കുകളിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. അത് കാരണം ചില കണക്കുകൾ ഈ പറഞ്ഞതുപോലെ സ്വയം സംസാരിക്കുന്നവയായിരുന്നു, സെൽഫ് എക്സ്പ്ലനേറ്ററി ആയിരുന്നു. അതുകൊണ്ട് ഞാൻ ആ കണക്കുകളിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അച്ഛനെക്കുറിച്ചിട്ടല്ല, മരുമകനെ കുറിച്ചിട്ടാണ്. മരുമകനെ ജനങ്ങൾ ബേപ്പൂർ എന്ന് പറയുന്ന മണ്ഡലത്തിൽ 2024 എങ്ങനെയാണ് സ്വീകരിച്ചത് എന്നതിനെക്കുറിച്ച് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ വിശദമായി നിങ്ങളോടും സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, നമുക്കറിയാലോ, അതായത് ബേപ്പൂർ മണ്ഡലം എന്ന് പറയുന്നത് വടക്കൻ കേരളത്തിലെ CPM-ന്റെ ഏറ്റവും ഉറച്ച മണ്ഡലങ്ങളിൽ ഒന്നാണ്. ഏറ്റവും ഉറച്ച മണ്ഡലങ്ങൾ ഞാൻ ആ കണക്ക് നോക്കുമ്പോൾ 991 മുതലുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അവിടെ LDF-ന്റെ അല്ലെങ്കിൽ CPM-ന്റെ സ്ഥാനാർത്ഥിയാണ് അവിടെ മത്സരിച്ചിട്ടുള്ളത്. പലരുടെയും പേരുകൾ ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല. എളവരം കരീം മത്സരിച്ചിട്ടുണ്ട്, VKC മുഹമ്മദ് കോയ, അങ്ങനെ ഒരുപാട് പേര് മത്സരിച്ചിട്ടുണ്ട്. എന്തായാലും 991 മുതലുള്ള 8 തെരഞ്ഞെടുപ്പുകളിൽ ബേപ്പൂർ മണ്ഡലത്തിൽ നിന്ന് തുടർച്ചയായി ജയിച്ചു വരുന്നത് CPM-ന്റെ സ്ഥാനാർത്ഥിയാണ്. 991 മുതൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി ബേപ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ തോറ്റിട്ടില്ല. അത്രയ്ക്ക് ഉറച്ച, ഒരുപക്ഷെ വടക്കൻ കേരളത്തിലെ CPM-ന്റെ ഏറ്റവും ഉറച്ച മണ്ഡലങ്ങളിൽ ഒന്ന്. എന്നുവെച്ചാൽ കണ്ണൂരിലും കാസർഗോഡിലും ഒക്കെ CPM-ന് വേറെ ഉറച്ച മണ്ഡലങ്ങളുണ്ട്. എന്തായാലും കണ്ണൂരും കാസർഗോഡും വിട്ടാൽ അതിന് പുറത്ത് വടക്കൻ കേരളത്തിൽ CPM-നുള്ള ഏറ്റവും ഉറച്ച മണ്ഡലങ്ങളിലൊന്ന് അല്ലെങ്കിൽ മണ്ഡലം എന്ന് പറയുന്നത് ബേപ്പൂരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ ഉറച്ച മണ്ഡലത്തിലാണ് അമ്മായിയപ്പൻ മരുമകനെ കൊണ്ടുവന്ന് കഴിഞ്ഞ തവണ സ്ഥാപിച്ചത്. മരുമകൻ്റെ രാഷ്ട്രീയ പാരമ്പര്യത്തെക്കുറിച്ച് നമുക്കറിയാം. അതിനു മുമ്പ് 2009 തോന്നുന്നു കോഴിക്കോട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്ന് തോറ്റു. അതിനുമുമ്പ് കോഴിക്കോട് കോർപ്പറേഷനിൽ നിന്ന് തോറ്റിട്ടുണ്ട്. അതാണ് മരുമകൻ്റെ രാഷ്ട്രീയ പാരമ്പര്യം. പക്ഷേ അങ്ങനെ തോക്കുന്ന സമയത്തൊന്നും അദ്ദേഹം മരുമകനായിരുന്നില്ല, അദ്ദേഹം മുഹമ്മദ് റിയാസ് ആയിരുന്നു. എന്നാൽ 2021 ബേപ്പൂരിൽ നിന്ന് മത്സരിക്കുമ്പോൾ അദ്ദേഹം മരുമകനായിരുന്നു. പിണറായി വിജയൻ്റെ മകളുടെ ഭർത്താവായിരുന്നു മരുമകൻ. അപ്പോൾ മരുമകൻ അവിടെ നിന്ന് മത്സരിച്ചു കഴിഞ്ഞ് നമുക്കറിയാം, ടൂറിസം, പൊതുമരാമത്ത് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 വകുപ്പുകളുടെ ചുമതലയായി. കാരണം അന്നേരം മരുമകനാണല്ലോ. എന്ന് മാത്രമല്ല, ഒരു രാഷ്ട്രീയ പാരമ്പര്യവുമില്ലാത്ത മരുമകനാണ് എന്നുള്ളത് കൊണ്ട് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്കും കടന്നു വന്നു. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കഥകളാണ്. ആ മരുമകനെ ബേപ്പൂരിലെ ജനങ്ങൾ, ബേപ്പൂരിലെ വോട്ടർമാർ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് എന്നാണ് ഇനി കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ പോകുന്നത്. 2024 തെരഞ്ഞെടുപ്പിൽ വടക്കൻ കേരളത്തിലെ ഏറ്റവും ഉറച്ച CPM-ന്റെ മണ്ഡലമായിട്ടുള്ള ബേപ്പൂരിലെ ജനങ്ങൾ, വോട്ടർമാർ പിണറായി വിജയൻ്റെ മരുമകനായിട്ടുള്ള മുഹമ്മദ് റിയാസിനെ എങ്ങനെയാണ് സ്വീകരിച്ചത്, വരവേറ്റത് എന്നതിൻ്റെ വിശദാംശങ്ങൾ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ആണ് ഞാൻ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സുഹൃത്തുക്കളെ, ഞാൻ 9 തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം പറഞ്ഞെങ്കിൽ ഞാൻ 9 തെരഞ്ഞെടുപ്പിൻ്റെ മൊത്തം കണക്കുകളിലേക്ക് ഞാൻ പോകുന്നത് 2016 മുതലുള്ള കണക്കുകളാണ് ഞാൻ നിങ്ങളോട് ചർച്ച ചെയ്യാവുന്നത്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ്, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ്, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, 4 തെരഞ്ഞെടുപ്പിലെ കണക്കുകളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരു പ്രധാനപ്പെട്ട കണക്ക് ഞാൻ 9 നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞാൻ പറയുന്നത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ പറയും. സുഹൃത്തുക്കളെ, 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് VKC മുഹമ്മദ് കോയ ആയിരുന്നു അവിടുന്ന് ജയിച്ചത് എന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹം 14,363 വോട്ടിന് ഇവിടുന്ന് ബേപ്പൂരിൽ നിന്ന് അദ്ദേഹം വിജയിച്ചു.
അന്ന് അദ്ദേഹത്തിന് 69,114 വോട്ടാണ് ലഭിച്ചത്. എന്നാൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അവിടെ UDF 10,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. കാരണം വലിയ തരംഗമായിരുന്നല്ലോ. ഈ പറഞ്ഞ പോലെ ശബരിമലയുടെ തരംഗം, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞ വലിയ തരംഗത്തിൻ്റെ തേരിലേറി അവിടെ UDF 10,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ലഭിച്ചു. എന്നാൽ 2021 മരുമകൻ അവിടെ മത്സരിക്കുമ്പോൾ മരുമകന് 82,165 വോട്ടാണ് ലഭിച്ചത്. 82,165 വോട്ട് എന്ന് പറഞ്ഞാൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ 23,186 വോട്ടിൻ്റെ ഏതാണ്ട് 400,000-അടുത്ത് വോട്ടിൻ്റെ ഭൂരിപക്ഷം കൂടുതൽ ലഭിച്ചു. ആ വർഷം UDF 15,000 വോട്ട് അവിടെ കുറഞ്ഞു. അപ്പോൾ LDF 23,000 വോട്ട് കൂടുതൽ, UDF 10,000 വോട്ട് കുറവ്. അങ്ങനെ മരുമകൻ 2021 തെരഞ്ഞെടുപ്പിൽ 28,747 വോട്ടിന് അവിടെ ജയിച്ചു. എന്നാൽ 2024 ആയപ്പോഴത്തേക്ക് എന്താ സംഭവിച്ചെന്നറിയാമോ? 2024 തെരഞ്ഞെടുപ്പിൽ ബേപ്പൂരിൽ മണ്ഡലത്തിലെ കണക്കുകൾ നോക്കിയാൽ ധർമ്മടം മണ്ഡലത്തിലെ ജനങ്ങൾ പിണറായി വിജയനെ സ്വീകരിച്ചതുപോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ മാരകമായിട്ടാണ് മരുമകനായിട്ടുള്ള മുഹമ്മദ് റിയാസിനെ ബേപ്പൂരിലെ ജനങ്ങൾ സ്വീകരിച്ചത്, വരവേറ്റത് എന്നാണ് കണക്കുകൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. 2021 82,165 വോട്ടാണ് മരുമകനായിട്ടുള്ള മുഹമ്മദ് റിയാസിന് ബേപ്പൂരിൽ ലഭിച്ചതെങ്കിൽ 2024 ആയപ്പോൾ അത് 57,093 വോട്ടായിട്ട് കുറഞ്ഞു. എന്നുവെച്ചാൽ 400,000-ലധികം വോട്ട് ഈ 2021-24 ഇടയ്ക്ക് ബേപ്പൂരിൽ കുറഞ്ഞു. ഏതാണ്ട് കൃത്യമായി പറഞ്ഞാൽ 25,072 വോട്ടാണ് LDF ബേപ്പൂരിൽ കുറഞ്ഞത്. അതേസമയം UDF ഏതാണ്ട് ഒരു 400,000-അടുത്ത് ഏതാണ്ടൊരു 23,236 വോട്ട് ഇവർക്ക് കൂടി. ആർക്ക്? UDF. അങ്ങനെ 2024 UDF മരുമകൻ്റെ മണ്ഡലമായിട്ടുള്ള ബേപ്പൂരിൽ 19,561 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ലഭിച്ചത്. 19,561 വോട്ടിൻ്റെ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ, പിണറായി വിജയൻ്റെ മരുമകനായിട്ടുള്ള മുഹമ്മദ് റിയാസിന് വടക്കൻ കേരളത്തിലെ CPM ഏറ്റവും ഉറച്ച ഈ മണ്ഡലത്തിലെ ജനങ്ങൾ, വോട്ടർമാർ നല്ല പെട കൊടുക്കുകയായിരുന്നു ചെയ്തത് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഇതാണ് വോട്ടിൻ്റെ കണക്കുകൾ. ഇനി ഞാൻ വേറൊരു കണക്കൂടെ നോക്കി. തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ 991 മുതൽ ഉള്ള 8 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും അവിടെ നിന്ന് ജയിച്ചിട്ടുള്ളത് ഇടതുപക്ഷം അല്ലെങ്കിൽ CPM സ്ഥാനാർത്ഥിയാണ്. സുഹൃത്തുക്കളെ, ഏറ്റവും ഞെട്ടിച്ചൊരു വസ്തുത എനിക്ക് മനസ്സിലായത് എന്താണെന്നറിയോ? അതായത് ഞാൻ പറഞ്ഞപ്പോൾ 91, 96, 2001, 2006, 2011, 2016, അതിനുശേഷം 2019, 2021 ഒക്കെ ഞാൻ നോക്കിയപ്പോൾ 8 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും 1 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും ഉൾപ്പെടെ 7 നിയമസഭാ തെരഞ്ഞെടുപ്പിലും 1 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉൾപ്പെടെ 91 ശേഷം ബേപ്പൂരിൽ ഒരു ഇടതുപക്ഷ അല്ലെങ്കിൽ CPM സ്ഥാനാർത്ഥിക്ക് കിട്ടിയ ഏറ്റവും കുറഞ്ഞ വോട്ടാണ് ഇത്തവണ മരുമകനായിട്ടുള്ള മുഹമ്മദ് റിയാസിന് ബേപ്പൂരിൽ കിട്ടിയത് എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന വസ്തുത. 991 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 66,683 വോട്ട് കിട്ടി. 96 അത് 62 കുറഞ്ഞു, 62,144 കുറഞ്ഞു. 2001 62,636 ഏതാണ്ട് നിലനിന്നു. 2006 ആയപ്പോൾ 69,798 കൂടി. 2011 അത് കുറഞ്ഞെങ്കിലും 60,530 കൂടി. പക്ഷേ 2016 വീണ്ടും അത് 69,114 കൂടി. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് മൊത്തത്തിൽ അടി കിട്ടിയല്ലോ. അപ്പോൾ അത് 58,979 കുറഞ്ഞു. പക്ഷേ 2021 82,165 കൂടി. പക്ഷേ 2024 വന്നപ്പോഴോ അത് 57,093 വോട്ടായി കുറഞ്ഞു. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 7 നിയമസഭാ തെരഞ്ഞെടുപ്പിലും CPM കിട്ടിയ വോട്ടുകളുമായി താരതമ്യം ചെയ്താൽ ഏറ്റവും കുറവ് വോട്ടുകൾ ഈ 2024 CPM കിട്ടിയതാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതായത് 991 ശേഷം
ഇത്രയേറെ കുറവ് വോട്ട് ബേപ്പൂരിൽ എന്ന് പറയുന്ന CPM-ന്റെ ഉറച്ച കോട്ടയിൽ CPM-ന് ലഭിച്ചിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. സുഹൃത്തുക്കളെ, ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകം നമുക്കറിയാം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രത്യേക പരിഗണനാ വിഷയങ്ങൾ, നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രത്യേക പരിഗണന, അങ്ങനെയാണെന്ന് നമുക്കറിയാം. എന്നാൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട പരിഗണനാ വിഷയം ഭരണവിരുദ്ധ വികാരമായിരുന്നു എന്ന് ആർക്കാണ് സുഹൃത്തുക്കളെ അറിയാൻ പാടില്ലാത്തത്? പിണറായി വിരുദ്ധ വികാരമായിരുന്നു എന്നും സർക്കാർ വിരുദ്ധ വികാരമായിരുന്നു എന്നും കുറച്ച് താഴ്ന്ന നിലവാരത്തിലെങ്കിലും പാർട്ടി വിരുദ്ധ വികാരമായിരുന്നു എന്നും ആർക്കാണ് അറിയാൻ പാടില്ലാത്തത്? അപ്പോൾ അത് കണക്കാക്കിക്കൊണ്ടുള്ള പെടയാണ് മുഹമ്മദ് റിയാസിന് കൊടുത്തത് എന്ന് ഈ കണക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയും. അതുകൊണ്ടാണ് 991 ശേഷം 7 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ലഭിച്ചതിനേക്കാൾ കുറവ് വോട്ട് അയാൾക്ക് ലഭിച്ചത്. അതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് ജനങ്ങളെ അയാൾക്ക് ഇതുപോലെ ഒരു കരണക്കുറ്റിക്കിട്ട് പെട്ട കൊടുക്കാൻ കാരണം എന്താ? അയാളുടെ ഭാര്യയുമായി ബന്ധപ്പെട്ട്, അയാളുടെ ഭാര്യ വീണ വിജയനുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന അഴിമതി ആരോപണങ്ങൾ, അയാളുടെ അമ്മായി അച്ഛനുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന അഴിമതി ആരോപണങ്ങൾ, അയാളുടെ അമ്മയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന അഴിമതി ആരോപണം, ഇതെല്ലാം ജനങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു എന്ന് നമ്മൾ വിലയിരുത്തേണ്ടി വരും. ഈ വിലയിരുത്തലുകളുടെ എല്ലാം അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ പ്രാവശ്യം 28,000 വോട്ടിന് ജയിച്ച സ്ഥലത്ത് ഇത്തവണ 19,000-ൽ പരം വോട്ട് UDF-ന് ജനങ്ങൾ കൊടുത്തത് എന്നാണ് ഈ കണക്കിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് അമ്മായിയച്ഛന് കൊടുത്തതുപോലെ തന്നെ മരുമകനും നല്ല ഫിറ്റിംഗ് ആയിട്ടുള്ളൊരു റിപ്ലൈ, ഒരു കർണക്കുട്ടിക്കിട്ട് പെട കൊടുക്കുകയാണ് ജനങ്ങൾ ചെയ്തത് എന്നാണ് ഈ വോട്ടിൻ്റെ കണക്കുകൾ സംശയലേശമന്യേ അല്ലെങ്കിൽ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം നമ്മളോട് പറയുന്നത്.